ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടൺ പ്രൊഡ്യൂസർ ആരാണെന്നറിയോ? ഇന്ത്യ. പിന്നെ ഗാർമെന്റ് എക്സ്പോർട്ടിൽ ബാംഗ്ലാദേശും വിയറ്റ്നാമും നമ്മളെ എങ്ങനെ ഓവർടേക്ക് ചെയ്തു? ആക്ച്വലി ഇത് കോട്ടന്റെ സ്റ്റോറി അല്ല. 1700s ലോകത്തിന്റെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിന്റെ 25% ഇന്ത്യൻ്റെ അടുത്തായിരുന്നു. അതിൽ വലിയ ഷെയർ ടെക്സ്റ്റൈൽ ആയിരുന്നു. ബംഗാൾ മുസ്ലിനെ യൂറോപ്യൻസ് വുവനെയർ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ ബ്രിട്ടീഷേഴ്സ് വന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് റോ കോട്ടണും വാങ്ങും, മാഞ്ചസ്റ്ററിൽ ക്ലോത്ത് ഉണ്ടാക്കും, പിന്നെ അത് ഇന്ത്യയിലേക്ക് തന്നെ വിൽക്കും. അങ്ങനെ നമ്മൾ വാല്യൂ ചെയിനിന്റെ ടോപ്പിൽ നിന്ന് റോ മെറ്റീരിയൽ സപ്ലൈ ആയി മാറി. ഇന്നും നമ്മൾ വേൾഡ്സ് ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസറാണ്. ടെക്സ്റ്റൈൽ സെക്ടർ മാത്രം ഇന്ത്യയിൽ 45 മില്യൺ ഡയറക്റ്റ് ജോബ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രോബ്ലം എവിടെയെന്നറിയോ? നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, യാൺ സ്പിൻ ചെയ്യുന്നു, പക്ഷേ ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഗാർമെന്റ് മാനുഫാക്ചറിങ് നമ്മളില്ല. ബാംഗ്ലാദേശിന് കോട്ടൺ പോലും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും അവരുടെ ഗാർമെന്റ് എക്സ്പോർട്ട് $50 ബില്യണിന്റെ അടുത്താണ്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ആൻഡ് ആപ്പറൽ എക്സ്പോർട്സ് $36 ബില്യൺ മാത്രമാണ്. റീസൺ സിമ്പിൾ: ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ പാർക്ക്, ബെറ്റർ ലോജിസ്റ്റിക്സ്, ഈസി കംപ്ലയൻസ്, എക്സ്പോർട്ട് ഫോക്കസ്ഡ് പോളിസീസ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷൻ. ഇപ്പോൾ ഇന്ത്യ UK ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വന്നു. 99% ഇന്ത്യൻ എക്സ്പോർട്സ് UK-യിൽ ഡ്യൂട്ടി ഫ്രീ ആയി പോകും. അർലിയർ ഇന്ത്യൻ ഗാർമെന്റ്സിന് 12% വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ബാംഗ്ലാദേശ് ഓൾറെഡി ഡ്യൂട്ടി ഫ്രീ അഡ്വാൻറ്റേജ് എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ ഡോർ തുറന്നിട്ടുണ്ട്. പക്ഷെ ഒരു ട്രേഡ് അഗ്രിമെന്റ് മാത്രം മതിയോ? അല്ല, ഡോർ തുറക്കുന്നത് ഗവൺമെന്റിന്റെ ജോബാണ്. അതിലൂടെ വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി നടക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസിന്റെ ജോബാണ്. ഇന്ത്യൻ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഓൾറെഡി നമ്പർ 1 ആണ്. ഇനി ചാലഞ്ച് ഒരെണ്ണം മാത്രം: ലോകം ധരിക്കുന്ന ക്ലോത്ത്സും മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കാൻ പറ്റുമോ എന്ന്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ബൈ ഫോർ നൗ.